സാധാരണയായിട്ട് ഞാൻ തുണികളൊക്കെ അലക്കി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡിലാണ് ഇട്ടിരുന്നത്. ഒരു 10 വർഷമായിട്ട്, അതായത് ഇവിടെ വന്നത് മുതൽ ഈ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അന്ന് മുതലുള്ള ഒരു ആഗ്രഹമാണ് നല്ല രീതിയിൽ ഒരു അയലൊക്കെ കെട്ടി തുണികളൊക്കെ നല്ല വൃത്തിക്ക് വിരിച്ചിടണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ അത് നടന്നത് ഇപ്പോഴാണെന്ന് മാത്രം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ നടന്ന സമയത്ത് ഞങ്ങൾ ഇതേപോലെ ചെയ്തെടുപ്പിച്ചതാണ്. ആമസോണിലൊക്കെ ഇതേപോലത്തെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ അത് എത്രത്തോളം ഉറപ്പുണ്ട് എന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ പണിക്കാരെ കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ വെൽഡ് ചെയ്യിച്ചെടുത്തതാണ്. വേറെ ഷേപ്പിലുള്ള ഇരുമ്പിൻ്റെ പൈപ്പുകൾ ഇങ്ങനെ രണ്ട് സൈഡിലും വെൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് അതിൽ ഇതേപോലെയുള്ള ഹുക്സ് പിടിപ്പിച്ചിട്ടുള്ളതാണ്. ഡ്രിൽ ചെയ്തിട്ട് ഹുക്സ് പിടിപ്പിച്ച് ബാക്കിൽ ഇങ്ങനെ നെട്ടിട്ട് മുറുക്കി അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെന്താ ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്യാപ്പുകൾ കൂടുതലായതുകൊണ്ട് തന്നെ, അതായത് ഈ കയറുകൾ തമ്മിലുള്ള ഗ്യാപ്പുകൾ കൂടുതലുള്ളതുകൊണ്ട് തുണികൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഈ കയറൊക്കെ നമ്മൾ തന്നെ കെട്ടിക്കൊടുത്തതാണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ പണിക്കാർ ചെയ്തു തന്നതാണ്. ഇത് കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് തന്നെ എന്താ ഗുണം എന്ന് വെച്ചാൽ വലിയ തുണികൾ, ബെഡ്ഷീറ്റുകൾ, പർദ്ദ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സുഖമായിട്ട് നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ലൈറ്റും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ തുണികൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ഒരു ദിവസം അലക്കാനൊന്ന് വിട്ടുപോയി അല്ലെങ്കിൽ വാഷ് ചെയ്ത തുണികൾ ഉണങ്ങി കിട്ടിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ വരുന്ന തുണികൾ നമ്മുടെ പഴയ സ്റ്റാൻഡിൽ തന്നെ നമുക്ക് ഇടുകയും ചെയ്യാം. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ആദ്യം തുണികളൊക്കെ ഈ കയറിലിടും, എന്നിട്ട് അതിൽ കൊള്ളാത്തതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാൻഡിലിടും. അപ്പോൾ ഉണങ്ങി കിട്ടിയില്ല എന്നുള്ള വിഷമവുമില്ല. കുറച്ചധികം തുണികൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ടതില്ല. സുഖമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ.